തിരുവനന്തപുരം പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം. കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ, മൂന്നാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാരൻ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ വിധിച്ചിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. വിശദാംശങ്ങളുമായി നൃപ്പൻ ചേരുന്നു. നൃപ്പൻ, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ശിക്ഷയാണ് കുറ്റം തെളിഞ്ഞ പ്രതികൾക്ക് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് അന്തിമവാദവും പൂർത്തിയായി കഴിഞ്ഞ ദിവസം. അതിനുശേഷമാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇന്നത്തെ കോടതി നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്? 11 മണിക്ക് കോടതി ചേരുമ്പോൾ തന്നെ ആദ്യ കേസായി പരിഗണിക്കുമോ? തീർച്ചയായും വെള്ളിയാഴ്ചയാണ് പ്രതികൾ കുറ്റക്കാർ എന്ന വിധി കോടതി വിധിച്ചത്. അതിനുശേഷം ശിക്ഷാവിധിയുടെ വാദം ശനിയാഴ്ച നടന്നു. ഇന്ന് എന്ത് ശിക്ഷയാണ് പ്രതികൾക്ക് കോടതി ഉത്തരവിൽ ഉണ്ടാകുക എന്നതാണ് ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നത്. വലിയ തരത്തിൽ വിവാദമായ, വലിയ തരത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു. പ്രധാനപ്പെട്ട കുറ്റവാളികളെന്ന് പറയുന്നത് കുറ്റകൃത്യം പൂർണ്ണമായി നടത്തിയത് ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയാണ്. 364 കൊലപ്പെടുത്താനായി തട്ടിക്കൊണ്ടുപോകൽ, 302 കൊലപാതകം, 328 കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ വിഷം കൊടുക്കൽ, 201 തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മയുടെ മേൽ ചുമത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മാവൻ, അമ്മയുടെ സഹോദരൻ, അമ്മ സിന്ധുവിൻ്റെ സഹോദരനായിട്ടുള്ള നിർമ്മലകുമാരൻ നായർ തെളിവ് നശിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള, പ്രതിക്ക് പേരിൽ നേരെ ചുമത്തിയിട്ടുള്ള കുറ്റം. ഇക്കാര്യത്തിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഈ ഷാരോണിൻ്റെ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അല്പം മുമ്പ് കൈരളി ന്യൂസിനോട് പ്രതികരിച്ചപ്പോഴും അവർ പറഞ്ഞത് പരമാവധി കൊടും ക്രൂരതയാണ് തൻ്റെ മകനോട് കാട്ടിയത്. ഇക്കാര്യത്തിൽ പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവർ വീട്ടിൽ നിന്ന് ഇന്ന് ശിക്ഷാവിധി നേരിട്ട് കാണുന്നതിന് വേണ്ടി കോടതിയിലേക്ക് മാതാപിതാക്കൾ എത്തുന്നുണ്ട്. അവർ അവിടെ നിന്ന് തിരിച്ച് അല്പം നിമിഷങ്ങൾക്ക് തന്നെ കോടതിയിലേക്ക് എത്തിച്ചേരും. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഗ്രീഷ്മയെയും ഒപ്പം തന്നെ ജില്ലാ ജയിലിൽ കഴിയുന്ന അമ്മാവൻ നിർമ്മലകുമാരൻ നായരെയും ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ ഗ്രീഷ്മ രാവിലെ തന്നെ അവിടെ നിന്ന് അല്പം മുമ്പ്, അരമണിക്കൂറിന് മുമ്പ് മെഡിക്കൽ പൂർത്തിയാക്കി കോടതിയിലേക്ക് തിരിച്ചു. അല്പ നിമിഷങ്ങൾക്ക് തന്നെ കോടതിയിൽ എത്തിച്ചേരും. വലിയ തരത്തിൽ കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അങ്ങനെ പ്രമാദമായ ഒരു കേസ് കൂടിയാണ്. കാരണം കമിതാവിനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി കഷായത്തിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി, തൻ്റെ ജീവിതത്തിൽ നിന്ന് കാമുകനെ ഒഴിവാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി കൊല നടത്തിയെന്നതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. വ്യക്തമായ തെളിവുകൾ, സമഗ്രമായ അന്വേഷണം. ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. ആ ഘട്ടത്തിൽ പരാതി ഉയർന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസിലേക്ക് മാറി. അന്നത്തെ തിരുവനന്തപുരത്ത് ചുമതലയുണ്ടായിരുന്ന DCP ശില്പയുടെ നേതൃത്വത്തിലായിരുന്നു കേസന്വേഷണം തുടക്കത്തിൽ ആരംഭിച്ചത്. ആദ്യ ദിവസം തന്നെ വിളിച്ച് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഗ്രീഷ്മയെ വിളിച്ചു വരുത്തുന്നു. ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുന്നു. തുടർന്നാണ് ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. കളനാശിനി ഈ കാമുകനായ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള ഈ തട്ടിക്കൊണ്ടുപോകലിന് സമാനമായ പ്രലോഭിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ വഴി അവരുടെ ഫോൺ സംഭാഷണം, മെസ്സേജുകൾ ഇവയൊക്കെ തന്നെ അന്വേഷണ സംഘം എടുത്തു. ഒപ്പം തന്നെ ഈ കേസിൽ നിർണായകമായി മാറിയത് ഈ ക്രൈം നടന്നത് തമിഴ്നാട്ടിലാണ് എന്നൊരു വാദം മുന്നോട്ട് വയ്ക്കാൻ പ്രതിഭാഗം ശ്രമിച്ചു. അതിനുവേണ്ടി അവർ സുപ്രീം കോടതി വരെ പോയി. പക്ഷേ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ഇത് വലിയ ചിട്ടയോടുകൂടി തന്നെ വളരെ ആസൂത്രിതമായി ഇതിനെ നേരിട്ടു. ഈ ക്രൈമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൂഢാലോചന, ഈ കുറ്റകൃത്യം നടത്താനുള്ള പ്രലോഭനം, ഫോൺ വഴിയുള്ള സംഭാഷണം, പലതവണ ഈ പറഞ്ഞ വിഷം കൊടുക്കാനുള്ള ശ്രമം, അതിൻ്റെ ട്രയൽ നടത്തിയത് ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞ് ഗുളിക നൽകിയ സംഭവങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സമഗ്രമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷനായി. ഇതുകൂടിയാണ് ഈ കേസിൽ നിർണായകമായി മാറിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കളനാശിനി ശരീരത്തിൽ ഈ ഷാരോണിന് നൽകിയിരുന്നു. അതിൻ്റെ തെളിവുകൾ സ്വാഭാവികമായി കണ്ടെടുക്കാൻ കഴിയില്ല. കാര്യം ഷാരോണിൻ്റെ വസ്ത്രത്തിൽ നിന്നോ ഒപ്പം തന്നെ ശരീരത്തിൽ നിന്നോ ഇതിൻ്റെ തെളിവുകൾ സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ അംശങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ഏതു തരത്തിലുള്ള വിഷമാണ് നൽകിയത്, എന്ത് വിഷമാണ് നൽകിയത് എന്ന് പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചോദിക്കുന്ന അവസ്ഥയുണ്ടായി. ആ ഘട്ടത്തിലാണ് ഏറ്റവും ശാസ്ത്രീയമായ തെളിവുകൾ കോടതിയിൽ നിരത്താൻ പ്രോസിക്യൂഷനായത്. അതായത് ഈ വിഷം, ഈ കളനാശിനി ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ ശരീരത്തിൽ ലയിച്ചു ചേർന്ന കോശത്തിൽ മാത്രം അവശേഷിക്കുന്നതാണ്. പുറത്ത് ബാക്കി ഈ പറഞ്ഞ ശരീരത്തിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക പ്രയാസമാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രീയമായി തന്നെ ഈ വിഷത്തെ സംബന്ധിച്ച സമഗ്രമായ പഠനം നടത്തി, ശാസ്ത്രീയമായ വിശകലനം നടത്തി, അതിനനുസരിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഇത്തരം ഈ പ്രോസിക്യൂഷൻ്റെ ശക്തമായ വാദമാണ് അവസാനം ഗ്രീഷ്മയ്ക്ക് കുറ്റക്കാരിയാണ് തെളിഞ്ഞത്. അതുകൊണ്ട് ഈ കൊലപ്പെടുത്തൽ എന്ന ഗുരുതരമായ കുറ്റമുണ്ട്, തെളിവ് നശിപ്പിക്കലുണ്ട്, തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റമുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കടുത്ത ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് ലഭിക്കുമെന്നതാണ് കുടുംബം കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ശരത്, ഇപ്പോൾ നൃപ്പൻ സൂചിപ്പിച്ചതുപോലെ കൊലപാതകം, അതുപോലെ തന്നെ കൊല നടത്തുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചന,
തെളിവ് നശിപ്പിക്കൽ, മാത്രവുമല്ല ഇപ്പോൾ പറഞ്ഞ ഈ കീടനാശിനിയുടെയൊക്കെ ഒരു മാരക സാധ്യത എന്നതൊക്കെ കോടതിയിൽ ഒരു കേസിൽ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തി സംശയാതീതമായി തെളിയിച്ച് മുന്നോട്ട് പോകേണ്ട വലിയ വെല്ലുവിളിയാണ് പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മരണമൊഴിയിലേക്ക് പോയാൽ അപ്പോഴും നേരത്തെ ഷാരോണിൻ്റെ സഹോദരൻ സംസാരിച്ചപ്പോൾ നിർഭൻ പറഞ്ഞതുപോലെ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയിരുന്നു, അവിടെ നിന്ന് കഷായം കുടിച്ചു എന്ന് പറഞ്ഞതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിൽ വിഷമുണ്ടോ എന്ന് പറയാൻ പോലും, അല്ല അങ്ങനത്തെ ഒരു സംശയം പോലും ആ ഘട്ടത്തിൽ പോലും ഷാരോൺ നൽകിയിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് അന്വേഷണ സംഘം, കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ ഓരോ ഘട്ടവും വളരെ ചിട്ടയോടെ, നേരത്തെ നിർഭൻ ഉപയോഗിച്ച വാചകം അതാണ്, വളരെ ചിട്ടയോടെ, വളരെ കൃത്യതയോടെ. കാരണം ജൂറിസ്ഡിക്ഷൻ തർക്കം തന്നെ പ്രതിഭാഗം ഇക്കാര്യത്തിലെടുത്തു. കാരണം ഇത് തമിഴ്നാട്ടിലാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു കോടതിയിൽ വിചാരണ ചെയ്യാൻ കഴിയില്ല എന്ന ജൂറിസ്ഡിക്ഷൻ തർക്കം തന്നെ സ്വീകരിച്ചിട്ടും അതടക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരമൊരു തർക്കം പ്രതിഭാഗം മുന്നോട്ട് വെച്ചാൽ അതിനെ അടക്കം മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് വരുന്നു. അതിനെ ആകെ പ്രോസിക്യൂഷൻ ചിട്ടയായി തന്നെ കോടതിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. കോടതിക്ക് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തീർപ്പിലേക്ക് എത്താൻ കഴിയും. ഇതിപ്പോൾ ഗ്രീഷ്മയുടെ അമ്മ വെറുതെ വിടുന്ന സാഹചര്യത്തിലും പ്രോസിക്യൂഷൻ ഏറെക്കുറെ അത്തരമൊരു സാധ്യത കണ്ടിരുന്നു. പക്ഷേ കൊലയ്ക്ക് പിന്നൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്നും അതിൽ അമ്മാവനാണ് പ്രധാന പങ്കുവഹിച്ചയാളെന്നുള്ളതും അന്വേഷണത്തിലും പ്രോസിക്യൂഷനിലും വ്യക്തതയോടെ കോടതിക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതാണ് നേരത്തെ ഷാരോണിൻ്റെ സഹോദരൻ സംസാരിച്ചപ്പോഴും അമ്മയെ വെറുതെ വിട്ട സാഹചര്യത്തിൽ വൈകാരികമായി അവർക്ക് അത് താങ്ങാനാവുന്നതായിരുന്നില്ല ആ ഘട്ടത്തിൽ. പക്ഷേ നിയമപരമായി അതേക്കുറിച്ച് പരിശോധിച്ചപ്പോഴൊക്കെ വന്നിട്ടുള്ള പ്രോസിക്യൂട്ടർ അന്ന് സംസാരിച്ചതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അപ്പോഴും ഗ്രീഷ്മ എന്ന് പറയുന്ന പ്രധാന പ്രതി, ഈ ഗൂഢാലോചന നടത്തിയ നിർമ്മലകുമാരൻ എന്ന അമ്മാവൻ, ഇവരെ രണ്ടുപേരെയും അവരിൽ ചുമത്തിയ കുറ്റങ്ങൾ കൃത്യമായി കോടതിക്ക് മുമ്പാകെ തെളിയിച്ചെടുക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും കഴിഞ്ഞിരിക്കുന്നു. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പോലീസിൻ്റെ അന്വേഷണ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായൊരു കേസായി ഇത് മാറാൻ പോകുന്നു. വലിയ വെല്ലുവിളികൾ നിർഭൻ പറഞ്ഞ വിധത്തിൽ നേരിട്ടതല്ലേ കാരണം അത്ര വലിയ ആസൂത്രണം ഇതിൽ ഒരു തരത്തിലും പിടിക്കപ്പെടരുത് എന്ന നിലയിൽ ആസൂത്രണം ചെയ്തൊരു കൊലപാതകം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അതിനെയാണ് യഥാർത്ഥത്തിൽ കോടതിയിൽ പൊളിച്ച് ഇപ്പോൾ ഈ രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയിച്ചിട്ടുള്ളത്. നിർഭൻ പറഞ്ഞത് ഞാൻ ആ പറഞ്ഞതിൻ്റേതായ വ്യക്തതയിൽ നിന്നുകൊണ്ട് തന്നെ കുറേ കൂടി കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തതാണ്. അതുതന്നെയാണ് ഈ കേസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും, അല്ലേ നിർഭൻ? തീർച്ചയായും ശരത്ത്, ഈ കേസിൽ വലിയ തരത്തിലുള്ള വെല്ലുവിളി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. അതുതന്നെയാണ് ശരത്ത് നേരത്തെ സൂചിപ്പിച്ചത്. ഒന്ന്, ഈ കുറ്റകൃത്യം നടന്നത്, ക്രൈം നടന്നത് തമിഴ്നാട് പ്രദേശമായ പളുകളിലാണ്. അപ്പോൾ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ച കാര്യം, ഈ കുറ്റകൃത്യം നടന്നത് നിങ്ങൾ ഈ വിഷം കൊടുത്തു എന്ന് പറയുന്ന സ്ഥലം, കഷായത്തിൽ വിഷം കൊടുത്തു എന്ന് പറയുന്ന വീട്, ഗ്രീഷ്മയുടെ വീട് നിലനിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് ക്രൈം നടന്ന സ്ഥലത്തേക്ക് കേസ് മാറ്റണം, തമിഴ്നാട് പോലീസിലേക്ക് കേസ് മാറ്റണം എന്ന നിലപാട് പ്രതിഭാഗം കോടതിയിൽ സ്വീകരിക്കുന്നു. തുടർന്നാണ് ഇത് സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടിക്ക് വേണ്ടി ഷാരോണിൻ്റെ കുടുംബം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുന്നത്. ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിലേക്ക് ഈ കേസ് മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് VS വിനീത് കുമാറിനെ വേണം എന്ന ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പറയുന്ന ഷാരോണിൻ്റെ മാതാപിതാക്കൾ നേരിട്ട് പോയി, സഹോദരനടക്കം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടുന്നുണ്ട്, പരാതി നൽകുന്നുണ്ട്, അവർ ഈ അഭ്യർത്ഥന നടത്തുന്നുണ്ട്. തുടർന്ന് അവർ ആവശ്യപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ തന്നെ സർക്കാർ അനുവദിച്ചു നൽകി. അതുകൊണ്ട് ഗ്രീഷ്മയുടെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാരോൻ്റെ കുടുംബം വെള്ളിയാഴ്ച വിധി വന്നോടൻ തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ നിർണായകമായ വഴിത്തിരിവായത്, ഒന്ന്, അന്വേഷണ സംഘത്തിൻ്റെ വ്യക്തമായ ഇടപെടൽ, സമഗ്രമായ കൂട്ടായിട്ടുള്ള അന്വേഷണം. ക്രൈംബ്രാഞ്ചിൽ കേസെത്തിയപ്പോൾ വിവിധ തരത്തിൽ ശാസ്ത്രീയമായ സാങ്കേതികമായ തെളിവുകളെല്ലാം ശേഖരിച്ചു. ഏകദേശം 323ഓളം ഡോക്യുമെൻസാണ്, എവിഡൻസാണ് കോടതിയിൽ സമർപ്പിച്ചത്. അടുത്തൊരു രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വിനീത് കുമാറിനെ തന്നെ ഈ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം സർക്കാർ അനുവദിച്ച് നൽകുന്നതാണ്. അതിൽ ഏറ്റവും നിർണായകമായ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ കേസ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തെ പ്രോസിക്യൂഷൻ ശക്തമായ വാദത്തോടുകൂടി നിരാകരിക്കുകയും സുപ്രീം കോടതി, പരമോന്നത കോടതിയായ സുപ്രീം കോടതി തന്നെ അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ കേസിൻ്റെ ക്രൈമിൻ്റെ മുഴുവൻ സംവിധാനങ്ങൾ, ഗൂഢാലോചന, വർഷങ്ങൾ, അതായത് മാസങ്ങൾ നീണ്ട തരത്തിലുള്ള ആലോചന, തട്ടിക്കൊണ്ടു പോകലിന് സമാനമായി തലേദിവസം രാത്രി ഗ്രീഷ്മ
ഈ ഷാരോണിനെ ഫോൺ വഴി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകുന്നുണ്ട്. ആ പ്രലോഭനങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ഇവയെല്ലാം ആ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷനായി. അതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോകൽ, പ്രലോഭനം എന്നീ സെക്ഷനുകൾ ഈ കേസിൽ വന്നിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കൂടി കടക്കേണ്ടതുണ്ട്. ഗ്രീഷ്മയെ അകത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് ഗ്രീഷ്മയെ അകത്തേക്ക് കൊണ്ടുവരുന്ന, കോടതിക്കുള്ളിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ നിമിഷം പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. ഈ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് ഗ്രീഷ്മയുമായി കോടതിയിലേക്ക് വരുന്നതാണ്. ഗ്രീഷ്മ ഇറങ്ങുന്ന ദൃശ്യം ഈ നിമിഷം പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. മെഡിക്കൽ പൂർത്തിയാക്കി അട്ടക്കുളങ്ങരയിൽ നിന്ന് ഗ്രീഷ്മയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണാനുണ്ടാകും ഗ്രീഷ്മ വാഹനത്തിൽ നിന്നിറങ്ങി കോടതിയിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടാവും. ഗ്രീഷ്മയെ ജില്ലാ ജയിലിൽ നിന്ന്, അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. അല്പനിമിഷങ്ങൾക്ക് തന്നെ ഗ്രീഷ്മയുടെ അമ്മാവിനെയും കോടതിയിലേക്ക് കൊണ്ടുവരും. കൃത്യം 11 മണിക്ക് ആദ്യ കേസായി തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ കോടതിയിലേക്ക് ഗ്രീഷ്മയെ എത്തിച്ചിരിക്കുന്നു. ഇനി 11 മണിയോടുകൂടി ഈ കേസ് ആദ്യമായി പരിഗണിക്കും. നേരത്തെ നാം സൂചിപ്പിച്ചതാണ് ശരത്ത്, ഷാരോണിൻ്റെ മാതാപിതാക്കൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരും ഈ വിധി കാണാൻ നേരിട്ട് എന്ത് വിധിയാണ് ഇക്കാര്യത്തിൽ ഗ്രീഷ്മയ്ക്കും പ്രതിയായിട്ടുള്ള അമ്മാവനും കോടതി വിധിക്കുക എന്ന് കാത്തിരിക്കുകയാണ്. അല്പം മുമ്പ് നമ്മൾ കണ്ടത് ഗ്രീഷ്മയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. ശരത്ത്.